വിലാസിനിയുടെ ഔദ്യോഗിക ജീവിതത്തിലുള്ള വിരമിക്കൽ ചടങ്ങാണ് മുഴുവൻ കുടുംബാംഗങ്ങളെയും സ്വാഗതം ചെയ്യാണ്. ടീച്ചറിന്റെ ഒരു ആവുന്നുണ്ടല്ലോ. അതിന് മുമ്പേ ഇങ്ങനെ അവസരം ഉണ്ടായത് സ്വാഭാവികമായി തന്നെയാണ്. നമ്മൾ ഒത്തുചേരലുണ്ട് ഇവിടെ. നമ്മുടെ ആഘോഷത്തിന്റെ ഭാഗമായി പല സമയങ്ങളിലായി പലതരത്തിലുള്ള ജീവിതാദികൾ ഇടയിൽ പണിക്കൊണ്ടിരിക്കല്ലോ. എന്നാലും അപ്പുറത്തേക്ക് ഇന്നത്തെ ദിവസം ഇങ്ങനെ ഒത്തുചേരാനുള്ള അവസരം ഉണ്ടായത് തന്നെ ഇതിന്റെ ഭാഗമായിട്ടാണ്. അതിന് ഇതിന്റെ ഹൃദയവും അംഗീകരിക്കുകയാണ്, ആശംസിക്കുകയാണ്. എനിക്കെല്ലാവർക്കും വേണ്ടി ഞാൻ കൂടി പറയുകയാണ്. എല്ലാവരും പറയും, എന്നാലും ഞാൻ പറയാണ്, ഭാര്യ ജീവിതം ശിഷ്ട ജീവിതം എന്നുള്ളത് നമ്മുടെ ഈ കുടുംബത്തിന്റെ നമ്മുടെ കുടുംബത്തിന്റെ ഈ ഒരു നല്ല സുഖമായ ഒരു പോക്കിൽ ഇപ്പം സുഖമൊന്നുമില്ല, മെച്ചപ്പെടുന്നതിനും വാക്സിയിലേക്ക് ഉണ്ടാവാൻ ജീവിതം ഒരു കാലം ഉപയോഗപ്പെടുത്താൻ വേണ്ടി കഴിയണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ടീച്ചറിന് എല്ലാവിധ ഭാവങ്ങളും നേരിടുന്നുണ്ട്. നേരത്തെ ഞാനും പറഞ്ഞ പോലെ തന്നെ ഉത്സവത്തിന് എല്ലാരും വരുന്ന് പല ഭാഗങ്ങളിൽ നിൽക്കുന്ന പല ഭക്ഷണം കഴിക്കുന്ന പോകുന്ന ഇതുപോലെ മൂടിയിരുന്ന് കണ്ടതിൽ വളരെയധികം സന്തോഷമുണ്ട്. എന്താന്ന് വെച്ചാല് 32 വർഷ സേവനത്തിന് ശേഷം അഭിനയിക്കുന്നത് ഈ 32 വർഷക്കാലം ഒരു ഓട്ടപ്പച്ചലായിരുന്നു. എന്ന് വെച്ചാല് വീട്ടുകാര്യങ്ങൾ ചെയ്യും, കുടുംബകാര്യം ചെയ്യും, തറവാട്ടിന്റെ കാര്യം രണ്ടും ചെയ്യുന്ന ഒരു ഓട്ടപ്പച്ചലാണ്. ഇനിയുള്ള ജീവിതം സന്തോഷവും സമാധാനവും പരമായിട്ട് എല്ലാ കാര്യങ്ങളും ഏർപ്പെടാനാകണം. പക്ഷെ ഇനി ആർക്കുമാക്കുന്നില്ല അവരെ ലീവല്ലോ ഇനി എല്ലാം നോക്കണം. അങ്ങനെ ഇതിലേക്ക് വന്നിട്ടുള്ള ലീവിടയ്ക്ക് പങ്കെടുക്കാൻ പറ്റാം. പക്ഷെ എന്താ പറയുക, നമ്മുടെ തറവാടിന്റെ അനുഗ്രഹം പോലെ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റിയത് ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക്. അതുപോലെ തന്നെ തറവാട്ടിന്റെ പ്രവർത്തനത്തിൽ മുഖ്യമായി പങ്കുവഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഭാവി ജീവിതം സന്തോഷകരവും ആനന്ദകരവുമാണ് തറവാട്ടിൽ. ദേവിമാരെ നമ്മുടെ ഈ കുടുംബം ഇതുപോലെ നിലനിർത്താൻ വേണ്ടി മുണ്ട് മുറുക്കി കൊടുത്ത് കഷ്ടപ്പെട്ട മൺമറഞ്ഞുപോയ കാരണവന്മാരെ, അമ്മമാരെ, വിജയമ്മമാരെ, ഇളയമ്മമാരെ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എന്റെ ക്ഷണം സ്വീകരിച്ച് അതായിട്ട് തന്നെ എല്ലാ തിരക്കുകളും മാറ്റി വെച്ച ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് ഇതിന്റെ കമ്മിറ്റി ഭാരവാഹികൾക്കും എന്റെ വിനീതമായ നമസ്കാരം. ഞാനൊരു 2-3 മാസം മുന്നേ ഒരു സംക്രമം കഴിക്കാന്ന് പ്രാർത്ഥിച്ചിരുന്നു, ഒരു നിർണായക ഘട്ടത്തിലും. അപ്പൊ എനിക്ക് എന്റെ മനസ്സിൽ തോന്നി, ഏതായാലും മാർച്ചിൽ പിരിയുന്നതാണല്ലോ, അതിനു മുന്നേ ആയിട്ട് കഴിച്ചാലോ എന്ന് തോന്നി. അപ്പൊ എപ്പോഴും നമ്മുടെ പൂജാരിമാര് ഒരു നമ്മൾ വളരെ ലുബ്ധിച്ചിട്ടാണ്, നിങ്ങൾക്ക് കാണുമ്പോ ഇപ്പൊ വലിയ ആർഭാടമായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഏത് മീറ്റിങ്ങിന് വന്നാലും പല എക്സിക്യൂട്ടീവ് മീറ്റിങ്ങിലും ഒരു ചൂടുവെള്ളം കുടിച്ചിട്ടാണ് നമ്മൾ പോകാറ്. അതുപോലെ സംക്രമത്തിന് ഈ ഉണങ്ങിയ അവലും പഴവും ഒരു ചായയുമാണ്. അപ്പൊ നമ്മുടെ ഉച്ചക്ക് വന്നിട്ട് പോകുന്ന പ്രത്യേകിച്ച് സുരിയും രാജീവനൊക്കെ ഉച്ചക്കാണ് പോലെ ഒരു കഞ്ഞിയാക്കിക്കൂടെ എന്നൊക്കെ പറയാറുണ്ട്. എന്നാ ഒരു ഉച്ച ഭക്ഷണം, ഒരു കഞ്ഞി അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഒരു കഞ്ഞി, ഒരു ചിക്കൻ കറിയോ ആക്കാന്നാണ് എന്റെ എല്ലാ കാര്യവും. അങ്ങനെയാണ്. ഞാൻ മുൻകൂട്ടി വിചാരിക്കുന്ന പോലെ ഒന്നും നടക്കില്ല.
ആ അവസാന നിമിഷം ഒരു ചടപട പാച്ചിലും എന്നാലും ഒരുവിധം ഭംഗിയായിട്ടെല്ലാം കഴിയാറുണ്ട്. അതല്ലേ ഈ ദേവതമാരുടെ കഴിവുകൊണ്ട് തന്നെയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഓരോ 1-2 കമന്റ് വന്നു. ബിരിയാണി തമാശക്ക് പറഞ്ഞാണ്, എന്നായിക്കോട്ടെ, എനിക്ക് പെൻഷനൊന്നുമില്ല, ഗവൺമെന്റ് സർവീസ് 13 വർഷത്തെ സർവീസേ ഉള്ളൂ, എങ്കിലും കുറച്ച് പൈസ കിട്ടുന്നുണ്ട്, ഒരു ബിരിയാണി ആയിക്കോട്ടെ എന്ന് കരുതി. അപ്പൊ ഞാൻ വിചാരിച്ചു തെയ്യാന്ന് വരുന്നു, തെയ്യത്തിന് എല്ലാവരും വരും, എല്ലാവരും ക്ഷണിക്കാം എന്ന് കരുതി അങ്ങനെ പറഞ്ഞു. എല്ലാവരും വന്നതെന്റെ പുണ്യമായിട്ട് ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അതോടൊപ്പം പറയാനുള്ളത്, നമുക്ക് ഈ 1 മാസം രാജേട്ടൻ പറഞ്ഞതുപോലെ കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. ഈ കുടുംബക്കാരാണെന്ന് എനിക്ക് എന്റെ അടുത്ത മാധവട്ടിയുടെ മക്കളുടെ പേര് എനിക്ക് അറിയുന്നില്ല. എന്നാൽ ആ 11 എനിക്കിപ്പോ ഒട്ടും കുറ്റബോധം തോന്നില്ല. എനിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല യാത്രയപ്പാണ് പാട്ട് ഈ കുടുംബത്തിൽ നിന്നും നമുക്ക് കിട്ടിയത്. അതിനെല്ലാവരോടും നന്ദി കടപ്പാട് വർദ്ധിക്കുന്നു. പ്രത്യേക കമ്മിറ്റി ഭാരവാഹികൾക്കും നന്ദി. പിന്നെ എന്നെ ഇപ്പൊ എല്ലാരും പറഞ്ഞു, ഞാൻ നേരത്തെ പറയാൻ വിചാരിച്ചാണ്. ടീച്ചറാക്കിയതിന് എന്റെ ഒറ്റ കഴിവല്ല, ഞാൻ ഉറപ്പൊഴിഞ്ഞു പഠിച്ചേ ഉള്ളൂ. എന്റെ ഏട്ടന്മാര് വളരെ ചെറുതുണ്ടാകുമ്പം തന്നെ അവര് പഠിക്കാതെ അച്ഛന്റെ കൂടെയൊക്കെ അച്ഛൻ ഒരാളെ കുത്തും, 1.5 കുത്ത് അച്ഛൻ കുത്തും, അരയാളത് വാലാട്ടൻ ഒരു 10-20 വയസ്സിന് മുന്നേ അങ്ങനെയായിരുന്നു. ഇപ്പം സംഘാടനാണെങ്കിൽ കണ്ടോത്തുകാരെ അമ്പലത്തുകാരെ പറയല് മാവിക്കൊരു ചക്ക കിട്ടുന്ന മോനുണ്ട്. എന്റെ കുട്ടിക്കാലത്ത് കർക്കിടക മാസത്തില് ഫസ്റ്റിന് 5-6 ചക്ക കെട്ടിക്കൊണ്ടുവന്നിട്ട് നമ്മളെ പട്ടിണി കൂടാതെ നോക്കിയ സഹോദരങ്ങളാണുള്ളത്. അവളാണെങ്കിൽ എന്റെ എല്ലാറ്റിനും അവൾ ഉടുക്കാതെ എന്നെ ഉടുപ്പിച്ചിട്ടുണ്ട്, എല്ലാം എനിക്ക് തന്നിട്ടുണ്ട്. പിന്നെ എന്റെ അമ്മ വിട്ടുപോയാലും ചേച്ചി വയ്യാതെ കഴിയുന്നുണ്ട്. അപ്പൊ അവളോട് ഞാൻ കഴിഞ്ഞ ആഴ്ച പോയി ചോദിച്ചു, മോളെ വെച്ച് ചോദിച്ചു ആരെയാ ഇഷ്ടം. മോളെ മുന്നെന്ന് പറഞ്ഞു നിന്നെയാണ്. പക്ഷെ ചെറുപ്പത്തിൽ നമ്മൾ ഭയങ്കര അടിയാണ്. ഇതെന്നെ എന്തെങ്കിലും ആയിട്ട് അപ്പൊ എല്ലാ സഹോദരങ്ങളുടെയും എന്റെ അച്ഛന്റെ അമ്മയുടെയും ഒക്കെ അനുഗ്രഹവും കഴിവും കൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അതിലുപരിയായിട്ട് ഇവിടുത്തെ ദേവതമാർ എല്ലാവർക്കും ഉള്ള കാര്യം നമ്മള് മീറ്റിംഗിൽ തീരുമാനിച്ചാണ് തറവാടുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പൊ അതിന്റെ ഏകദേശം ഒരു രൂപരേഖ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ചെറിയൊരു പ്ലാനിങ് ഒക്കെ വെച്ചിട്ടുണ്ട്. ബാക്കിയുടെ വിശദവിവരങ്ങൾ ഇവിടെ എല്ലാവരും അറിയിച്ചിട്ടുണ്ട്. ഈ ചടങ്ങിൽ പങ്കെടുത്ത മുഴുവൻ ആൾക്കാർക്കും വളരെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് പെട്ടെന്ന് തീരുമാനിച്ച ചടങ്ങുകളിൽ പങ്കെടുത്ത മുഴുവൻ ആൾക്കാർക്കും കമ്മിറ്റിന്റെ പേര് നന്ദി രേഖപ്പെട്ടുള്ളത്. യോഗം അവസാനിച്ചു.